ആട് 3 ഈ സിനിമയുടെ കാസ്റ്റിനെയും ക്രൂവിനെയും ഒന്നും പറ്റി മലയാള സിനിമാ പ്രേക്ഷകരോട് പറയേണ്ട യാതൊരു ആവശ്യവുമില്ലെന്നറിയാം. എങ്കിലും മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത് വിജയ് ബാബു, വേണു കുന്നപ്പള്ളി എന്നിവർ ചേർന്ന് പ്രൊഡ്യൂസ് ചെയ്ത സിനിമയാണ് ആട് 3. സിനിമാറ്റോഗ്രാഫി അഖിൽ ജോർജ്, എഡിറ്റഡ് ബൈ ലിജോ പോൾ. തീം സോങ്സ് എല്ലാം ചെയ്തിട്ടുള്ളത് ഷാൻ റഹ്മാനാണ്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഡോൺ വിൻസെൻറ്റ്. സാധാരണഗതിയിൽ ഇത്തരം സിനിമകൾ, അതായത് സെക്കൻഡ് പാർട്ട്, തേർഡ് പാർട്ട് വരുന്ന സിനിമകൾ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ആദ്യ പാർട്ട് സിനിമകളിലുള്ള കഥാപാത്രങ്ങളെയും അല്ലെങ്കിൽ അതിലുള്ള കോമഡികളും അതുപോലെ കോപ്പി എടുത്ത പോലെ റിപ്പീറ്റ് ചെയ്യുക, സിറ്റുവേഷൻസ് മാത്രം സ്ലൈറ്റായിട്ട് മാറ്റി വിജയിപ്പിച്ചെടുക്കാനുള്ള ഒരു ശ്രമം നടത്താറുണ്ട്. അവിടെ സംഭവിക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ആദ്യ പാർട്ടുകൾ പ്രേക്ഷകൻ പലതവണ കണ്ട് അവർക്ക് കൃത്യമായി മനഃപ്പാടമായിട്ടുള്ള സീനുകളായിരിക്കും. അതേ സാധനം വീണ്ടും വരുമ്പോൾ ബോറടിച്ച് പ്രേക്ഷകൻ ആ സിനിമകളെ ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. ഈ ഒരു സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ 90% ആക്ടേഴ്സും പഴയത് തന്നെയാണ്, ക്യാരക്ടേഴ്സ് എല്ലാം തന്നെ പഴയതാണ്. വളരെ കുറച്ച് പുതിയ ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. പിന്നെ മരിച്ചുപോയ ചില ആക്ടേഴ്സിൻ്റെ ക്യാരക്ടേഴ്സ് ഒഴിവാക്കിയിട്ടുണ്ട്. അതുമാത്രമാണ് ക്യാരക്ടർ വൈസ് ഈ സിനിമയിൽ ഉണ്ടായിട്ടുള്ള ചേഞ്ച്. പിന്നെ ആട് 2-ൽ ഈ ക്യാരക്ടേഴ്സ് എവിടെ നിർത്തിയോ അവിടെ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത്. ക്യാരക്ടർ വൈസ് യാതൊരു പ്രോഗ്രസ്സും ഒരു ക്യാരക്ടറിനും കാണുന്നില്ല. പ്രായത്തിൻ്റെ ചില മാറ്റം ആക്ടേഴ്സിന് ഉണ്ട് എന്നുള്ളത് ഒഴിച്ചു നിർത്തിയാൽ. എന്നാൽ ആട് 3 എങ്ങനെയാണ് വ്യത്യസ്തമാവുന്നത് എന്ന് ചോദിച്ചാൽ, 1-ലും 2-ലും പറഞ്ഞ കോമഡിയുടെ സ്കെയില് അതേ ലെവലിൽ പിടിച്ച് ഒരു നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാനാണ് ഇവർ ശ്രമിച്ചിട്ടുള്ളത്. അതായത് അടുത്ത സീനിൽ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് സ്വാഭാവികമായിട്ടും പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് ഗസ് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ പ്രീവിയസ് എക്സ്പീരിയൻസ് 1-ലും 2-ലുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട്. പക്ഷേ ആ പ്രഡിക്ഷൻ്റെ അല്ലെങ്കിൽ ആ എക്സ്പെക്റ്റേഷൻ്റെ ഒന്നൊരു ലെവൽ മുകളിൽ നിൽക്കാനുള്ള ശ്രമം കൃത്യമായിട്ടും സ്ക്രിപ്റ്റിലൂടെയും ഡയറക്ഷനിലൂടെയും നടത്തിയിട്ടുണ്ട്. അത് തന്നെയാണ് ഈ സിനിമയുടെ വിജയം. നമ്മൾ ട്രെയിലറിൽ കാണുന്ന പോലെ തന്നെ ഒരു മൾട്ടിപ്പിൾ ടൈം ലൈനിൽ പോകുന്ന ഒരു സിനിമയാണിത്. പ്രധാനമായും 2 ടൈം ലൈനുകളാണുള്ളത്. അതും സാധാരണ സിനിമകൾക്കൊരു പ്രശ്നമാകാറുണ്ട്. കാരണം ഒരു ടൈം പീരീഡിലേക്ക് പോകുമ്പോൾ, പുരാതന കാലത്തെ ടൈം ലൈൻ കാണിക്കുമ്പോൾ സിനിമ വളരെയധികം സീരിയസ് ആയിട്ട് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ട്. എന്നാൽ ഈ സിനിമയ്ക്ക് എന്ത് കോമഡി സ്കെയിലാണോ ഉള്ളത്, എന്ത് ഫൺ റൈഡിൻ്റെ സ്കെയിലാണുള്ളത്, അതേ സ്കെയില് എല്ലാ ടൈം ലൈനിലും കൃത്യമായി പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതുപോലെ തന്നെ ഒരു ടൈം ലൈൻ പ്രേക്ഷകൻ ബോറടിക്കും എന്ന് തോന്നുന്നതിന് മുൻപ്, അല്ലെങ്കിൽ അതിന് നീളം കൂടുതലാണ് എന്ന് തോന്നി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മളെ മറ്റൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന കൃത്യമായ എഡിറ്റിങ്ങും കട്ടിങ്ങും ഈ സിനിമയ്ക്കുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഈ സിനിമയിലെ എല്ലാ ക്യാരക്ടേഴ്സിനെയും നമുക്ക് നേരത്തെ തന്നെ അറിയാം. അവരുടെ സ്വഭാവം എന്താണെന്നറിയാം, ഏത് രീതിയിലായിരിക്കും ആ ക്യാരക്ടേഴ്സ് പ്രതികരിക്കുക എന്നറിയാം. എങ്കിൽ പോലും പ്രധാന ക്യാരക്ടേഴ്സിനെല്ലാം ഒരു ഇൻട്രോ കൂടി ഈ സിനിമയിൽ നൽകുന്നുണ്ട്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സാത്താൻ സേവ്യറിൻ്റെ ഇൻട്രഡക്ഷനാണ്. അതൊരു ക്ലാസ് ഐറ്റമായിട്ടാണ് തോന്നിയത്. പിന്നെ ഞാൻ പറഞ്ഞു, പുതിയ കുറച്ച് ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. അതിൽ കുറച്ച് സർപ്രൈസ് എലമെൻ്റ് ഉണ്ട്. ആ പുതിയ ക്യാരക്ടേഴ്സും ഇതിലേക്ക് വളരെ നൈസായിട്ട് തന്നെ മെർജായി പോയിട്ടുമുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ടും ഈ സിനിമ കമ്പയർ ചെയ്യാൻ പോകുന്നത് ആട് 1-ഉം 2-ഉമായിട്ടാണ്. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ആട് 1-നേക്കാൾ നല്ല സിനിമയായിരുന്നു ആട് 2. അതിനേക്കാൾ ഒരുപടിയല്ല, ഒരു 1.5 പടി മേളിൽ നിൽക്കുന്ന സിനിമയാണ് ആട് 3. അത് പ്രൊഡക്ഷൻ്റെ കാര്യത്തിലായാലും ആ ഒരു കോമഡി സ്കെയിലിൻ്റെ കാര്യത്തിലായാലും ആ ഒരു പ്രോഗ്രസ് ഈ സിനിമയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ സിനിമ അവസാനിക്കുമ്പോൾ അടുത്ത ഒരു എപ്പിസോഡിലേക്ക്, അതായത് ആട് 3-യുടെ 2ാമത്തെ പാർട്ടിലേക്കുള്ള ഒരു ഹിൻഡ് കൂടി ഇട്ടിട്ടാണ് പോകുന്നത്. അതുപോലും വളരെ മനോഹരമായി ചെയ്തു വയ്ക്കാൻ ഇതിൻ്റെ മേക്കേഴ്സിന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി മറ്റ് ടെക്നിക്കൽ വശത്തേക്ക് പോയാൽ, പഴയ എപ്പിസോഡുകൾ, അതായത് ആട് 1, 2-നേക്കാളും എല്ലാം പ്രോഗ്രസ് ചെയ്ത് കുറച്ചും കൂടെ നെക്സ്റ്റ് ലെവലിലേക്ക് അതെല്ലാം എത്തിയിട്ടുണ്ട്. ഇനി ഒരു കൺക്ലൂഷനായിട്ട് പറഞ്ഞാൽ, ആട് 1, 2 ഈ സിനിമ ഏതെങ്കിലും തരത്തിൽ നിങ്ങളിലെ പ്രേക്ഷകനെ എൻ്റർടൈൻ ചെയ്യിച്ചിട്ടുണ്ടെങ്കിൽ ആട് 3 തീർച്ചയായും അതുക്ക് മേലെ നിങ്ങളെ എൻ്റർടൈൻ ചെയ്യിക്കും എന്നതിന് ഞാൻ ഗ്യാരണ്ടി. പക്ഷേ ഒരൊറ്റ കണ്ടീഷൻ, അതൊരു മൊബൈൽ സ്ക്രീനിലോ ഒരു TV സ്ക്രീനിലോ ആവരുത്. കാരണം ഇത്തരം സിനിമകൾ ആ സിനിമയുടെ ക്യാരക്ടേഴ്സിനൊപ്പം അല്ലെങ്കിൽ ആ സിറ്റുവേഷനൊപ്പം സഞ്ചരിച്ച് എൻജോയ് ചെയ്യേണ്ട, എൻഗേജ്ഡ് ആയിട്ട് കാണേണ്ട ഒന്നാണ്. ഒരു പക്ഷേ മൊബൈൽ സ്ക്രീനിലും അല്ലെങ്കിൽ TV സ്ക്രീനിലെ അലസ്യമായ കാഴ്ചയിലും നിങ്ങൾക്ക് ആ ഒരു എൻ്റർടൈൻമെൻറ്റ് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായും തിയേറ്ററിൽ പോയി സിനിമ കാണാൻ ശ്രമിക്കുക. താങ്ക് യു.